എക്സൽ ക്ലാസ്സിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ മുന്നേ ഒരു ദിവസം മുമ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടേബിളിൽ വരുത്താൻ പറ്റുന്ന അതായത് ടേബിളിൽ എസെൻഷ്യലായിട്ട് ഉപയോഗിക്കേണ്ട കുറച്ച് ടൂൾസ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണ് ഈ ഒരു ചാർട്ട് നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. നമുക്ക് ഇതൊരു ശരിക്കും ഇപ്പം എൻ്റെ ഫാമിലി മെമ്പേഴ്സും അവരുടെ ഡീറ്റെയിൽസും ആണ് ഇപ്പം അതിനകത്തുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പോ ABC എന്നുള്ള ഇത് കാണുന്നുണ്ട്, ഈ റോസ് കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇതൊക്കെ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. നമുക്കപ്പോ ഇവിടെ ഒരു കോളം ആഡ് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ അതിന് എന്ത് ചെയ്യാം, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു കോളം ഇൻസേർട്ട് ചെയ്യാം. ഇപ്പോ സോറി, സൈഡിൽ കാണാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒരു കോളം ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിനകത്ത് ഇവിടെ വന്നിട്ടുണ്ട്, വേറൊരു കോളം വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ ഒരു ഫാമിലി മെമ്പേഴ്സ് എന്നുള്ള ഒരു ഇതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ഇത്രയും സെലക്ട് ചെയ്തിട്ട് ഇവിടെ കണ്ടില്ലേ മെർജ് ആൻഡ് സെന്റർ എന്നുള്ള ഒരു ഓപ്ഷൻ കണ്ടില്ലേ, ഇതിനകത്ത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അത് ഒറ്റ കോളമായിട്ട് മാറിക്കഴിഞ്ഞു. ഇപ്പൊ വേണമെങ്കിൽ എനിക്കത് മെർജ് ആൻഡ് സെന്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ കൊടുത്തു. ഇനി നമ്മൾ അതിൻ്റെ അകത്ത് ഒരു ഇത് ടൈപ്പ് ചെയ്യാൻ പോകാം, ഫാമിലി മെമ്പേഴ്സ് എന്നുള്ള ഒരു ഇത്. ഇപ്പൊ കണ്ടില്ലേ ആ ഒരു ഫാമിലി മെമ്പേഴ്സ് ലിസ്റ്റ് എന്നുള്ള ജസ്റ്റ് ലിസ്റ്റ് കൂടി ഇട്ടാൽ ഭംഗി കിട്ടും. ഇപ്പൊ ഫാമിലി മെമ്പേഴ്സ് എന്നുള്ള ഈ ഒരു ലിസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു പുതിയ കോളം ആഡ് ചെയ്തു. കോളം അല്ല, വരിയാണ്, റോ ആണ് നമ്മൾ ആഡ് ചെയ്തത്. അതിന് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പൊ ഈ ഒന്നിന്റെ ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഇടയിൽ ഇപ്പൊ സാജിദ് സമീർ എന്നുള്ള ഈ ഒരു ഇതിന്റെ ഇടയിലാണ് നമുക്കൊരു കോളം വേണ്ടതെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ആ ഒരു കോളം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 7 എന്നുള്ള ഇതിന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇൻസേർട്ട് കൊടുക്കുകയാണെങ്കിൽ 7ന്റെ ഇടയിലായിട്ടാണ് നമുക്കൊരു കോളം ആഡ് ആവുന്നത്. ഇപ്പൊ ഇൻ കേസ് നിങ്ങൾക്കിപ്പോ ഈ ഏജിന്റെ അവിടെ ഏജ് നമ്പർ എന്നുള്ളതിന്റെ ഇവിടെ ഒരു കോളം വേണം എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇൻസേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കണ്ടില്ല ഏജിന്റെയും നെയിമിന്റെയും ഇടയിൽ വേറൊരു കോളം വന്നു. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് അവരുടെ വല്ല ഫാമിലി അത് മീൻസ് ഡീറ്റെയിൽസ് എന്തെങ്കിലും കൊടുക്കാം, മെയിൽ ഫീമെയിൽ എന്നില്ല അങ്ങനെ എന്തെങ്കിലും ജെൻഡർ എന്ന് കൊടുക്കാം. കണ്ടില്ലേ ഇതിനകത്ത് മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് നമ്മൾ കൊടുക്കുകയാണ്. മെയില് അല്ലേ. ഇപ്പൊ നമ്മള് ആ ഒരു ഇത് ക്രിയേറ്റ് ചെയ്തു. ഇത് ഇപ്പൊ ഇവരത് ഫീമെയിൽ എന്നുള്ളത് കൊണ്ട് ഫീമെയിൽ ആക്കി. അപ്പോ ജസ്റ്റ് ഞാനിപ്പോ ഇത് പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് നമുക്കൊരു ഇത് പിന്നീട് നമ്മൾ ചെയ്തു വെച്ച ഒരു ടേബിളിനകത്ത് വേറെ ഒരു കോളം ആഡ് ചെയ്ത് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട ഒരു ഓപ്ഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അല്ലേ, ഇതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അത് ഡിലീറ്റും ചെയ്യാം. കണ്ടില്ലേ, അപ്പോൾ അത് ഡിലീറ്റും ആയി. അതിനകത്ത് ആ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് കാണിച്ചു തരാനാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ മെർജ് ആൻഡ് സെന്റർ എന്നുള്ള ആ ഒരു ഓപ്ഷൻ എനിക്ക് ഞാൻ കാണിച്ചു തന്നു. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഒരു ലിസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ആ ലിസ്റ്റിന് നമ്മൾ ആ ലിസ്റ്റ് എന്താണ് എന്നുള്ളത് മെൻഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത് ഓൾറെഡി
അപ്പോൾ ഈ ഫാമിലി മെമ്പേഴ്സ് എന്നുള്ള ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും നമ്മൾ ഈ ഒരു പുതിയ ഇത് ആഡ് ചെയ്യാനും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടാണല്ലോ, ജസ്റ്റ് കൺട്രോൾ പി അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രിന്റ് പ്രിവ്യൂ കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കണ്ടേ, ഞാൻ ജസ്റ്റ് അതിൻ്റെ വേറെ കളർ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു ഇതിനകത്ത് ഇനി ഒന്ന് അല്ലേ, ഇത് ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു ഇത് ഇവിടെ വലുതായി കിടക്കുന്നുണ്ട്. SN എന്നുള്ള ഈ ഒരു അതിൻ്റെ താഴെയുള്ള നൈം ഏജ് എന്നുള്ള അത് വേറെ താഴെ കിടക്കുന്നുണ്ട്. പിന്നീട് താഴത്ത് അത് ഓരോന്നും കളർ ലൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ കളർ ലൈൻ ചെയ്യുന്ന ഇതൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ലൈൻ കളർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, എറൈസ് ബോർഡർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ലൈൻ സ്റ്റൈൽ വ്യത്യസ്ത തരത്തിലുള്ളതുണ്ട്. ഇത് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിങ്ങനെ വരച്ചു ലൈൻ സ്റ്റൈൽ എന്നുള്ളതിൽ നമ്മൾ ആണെങ്കിൽ ജസ്റ്റ് ഒരു ഡോട്ട് ഉള്ളത് എടുക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ ഇതിനകത്ത് കാണുന്നതൊക്കെ ഇതാണ് കണ്ടോ, ഇതൊക്കെ നമുക്ക് ആ ഒരു ഇതിക്ക് മാറ്റാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞതുള്ളൂ. നമ്മൾ അതിനെ കുറിച്ച് ഡീറ്റെയിലേക്ക് നമ്മളിപ്പോൾ പറയുന്നില്ല, അത് നമ്മൾ പിന്നീട് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇത് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ഒരു ലൈൻ സ്റ്റൈൽ മാറ്റാനുള്ള ഈ ഒരു ഓപ്ഷൻ കിട്ടിയത്. ലൈൻ സ്റ്റൈൽ ഏതാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ പിന്നെ അതിൽ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഈ ഒരു പെൻ ടൂൾ വരും. പെൻ ടൂൾ വരുമ്പോൾ നമ്മൾ ഈ ഒരു ലൈനാണ് നമുക്ക് വേണ്ടെങ്കിൽ ആ ലൈൻ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ അത് രണ്ട് ഇതായി മാറുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ലൈൻ സ്റ്റൈൽ മാറ്റുന്നത് കേട്ടോ. ഇനി നമ്മൾ അടുത്തൊരു ഓപ്ഷൻ നോക്കുക, കണ്ടീഷനിങ് ഫോർമാറ്റിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ. നമുക്കിപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ടേബിള് ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, ഹൈലൈറ്റ് സെൽ റൂൾസ് എന്നുള്ള ഒരു ഇത് കാണിക്കുന്നുണ്ട്. ഇത് വ്യത്യസ്ത തരം ഉപയോഗങ്ങളുള്ള ഇതാണ്. ഇപ്പോൾ ഗ്രേറ്റർ ദാൻ എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നത്. നമ്മളിപ്പോൾ ഇതിനകത്ത് ഒരു ഇതല്ലേ, ഈ ഇത്തരം ഇതൊക്കെ മീൻസ് ഒന്നും വേണ്ട, ജസ്റ്റ് ഇതൊന്ന് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ലൈൻ ബോർഡേഴ്സ് ഇതിൽ ഒഴിവാക്കിയിട്ട് ഓൾ ബോർഡേഴ്സ് ആക്കി ഞാൻ ഇത് മാത്രം സെലക്ട് ചെയ്തു. എന്നിട്ട് കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ ഇതെടുത്തിട്ട് ഗ്രേറ്റർ ദാൻ എന്നുള്ളത് അടിച്ചു. ഇപ്പോൾ 20 മുകളിലെ സംഖ്യകൾ മാത്രം എനിക്ക് മെൻഷൻ ചെയ്യണം. എല്ലാം 20 മുകളിലാണ്. 33 ഉള്ളത് ഒക്കെ ഓക്കെ. 20 മുകളിലുള്ളത് മാത്രം നമ്മൾ 20 ഇവിടെ കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, 20 മുകളിലുള്ള എല്ലാ സംഖ്യകളും ഇവിടെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ അവിടെ കൊടുത്തത് ഇപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് ഈ മുകളിലത്ത് സെലക്ട് ആകാൻ പാടില്ല. ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ ഹൈലൈറ്റ് സെല്ലിൽ ഗ്രേറ്റർ ദാൻ എടുത്തു എന്ന് വിചാരിച്ചു. ഇവിടെ നമ്മളത് 30 ആക്കി എന്ന് വിചാരിക്കും. 30 ആക്കി കഴിഞ്ഞാൽ ഈ 30 മുകളിലുള്ളത് മാത്രമേ കളർ മാറ്റൂ. നമ്മളൊരു ഡാറ്റ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഉപയോഗങ്ങൾ നമുക്ക് അതിലുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ കുറേ ആളുകളുടെ നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സാലറി സ്ലിപ്പിൽ ഒരേ കാറ്റഗറിയിൽ വരുന്ന ആളുകളെ ചൂസ് ചെയ്യാൻ, അത് സോർട്ട് ചെയ്യണമെങ്കിൽ, സെലക്ട് ചെയ്ത് തിരഞ്ഞെടുക്കണമെങ്കിൽ അതിന് നിങ്ങൾ ഓരോന്നും നോക്കിയെടുക്കുന്നതിന് പകരം 20-നും 30-നും വയസ്സുള്ള ആളുകളെ ലിസ്റ്റ് ചെയ്യണം എന്നാണ് നിങ്ങൾക്ക് ഒരു ഇത് തരുന്നത്, ഒരു ടാസ്ക് തരുന്നതെങ്കിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഗ്രേറ്റർ ദാൻ ഈ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ ഉള്ളത്. ഹൈലൈറ്റ് സെൽ എന്നുള്ളത് ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ അതിന് താഴത്തേക്ക് ഉള്ളത്. ഇപ്പൊ നിങ്ങളൊരു
ഇവിടെ അങ്ങനെ കൊടുത്തു. അതിന് ശേഷം ഒരു 20 എന്നുള്ളത് കൊടുത്തു എന്ന് വെച്ചാൽ, അപ്പോൾ 20-ന് താഴത്തേക്കുള്ള നമ്പേഴ്സ് അതിനകത്ത് ഉണ്ടെങ്കിൽ ആ നമ്പേഴ്സ് വേറെ കളറായി മാറുമായിരുന്നു. പക്ഷെ ഇതില്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു 18 കൊടുത്തു, ഇതിന്റെ അപ്പുറത്ത് ഒരു 15 കൊടുത്തു, ഇതില് 12 കൊടുത്തു. ഇനി നമ്മളതൊന്ന് നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇതിങ്ങനെ സെലക്ട് ചെയ്തു, കണ്ടീഷണൽ ഫോർമാറ്റിംഗിൽ ലെസ് ദാൻ കൊടുത്തു, ഒരു 20-ന് താഴെ എല്ലാത്തിൻ്റെയും കളറ് ഇവിടെ മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. റെഡ് ബോർഡർ എന്നുള്ള പോയാൽ ലൈറ്റ് റെഡ് ഫില്ല് എന്നുള്ളതുണ്ട്. നമുക്ക് ഏതാണോ വേണ്ടത്, ഞാൻ ഇതിന് യെല്ലോ ആണ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ യെല്ലോ കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കണ്ടില്ലേ, നോക്കണേ ആ 15, 16, 12 ഒക്കെ ലൈറ്റ് ഉണ്ട്. ലൈറ്റ് യെല്ലോയിലും മറ്റുള്ളത് ലൈറ്റ് കൂടുതലായിട്ടും വന്നിട്ടുണ്ട്. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു ഡാറ്റ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഡാറ്റയിൽ നമുക്ക് വേണ്ട ഒരു ലിസ്റ്റിൽ ഒരു 15-ന് 20-ന് ഇടയിലുള്ള ആളുകളുടെ മാത്രമേ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണണമെങ്കിൽ അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇത്, കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്നുള്ളത്. ഇനി അങ്ങനെ ഇതിൽ പലതരം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ അടുത്ത ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്.